വടകര കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട വ്യാജ പോസ്റ്റിൽ അന്വേഷണ വിശദാംശങ്ങൾ അറിയിക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരാതി ലഭിച്ച ശേഷം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി നൽകണം. ജൂൺ 14 വിശദാംശങ്ങൾ റിപ്പോർട്ടായി നൽകാനും നിർദ്ദേശമുണ്ട്. രാഗിനി വിവരങ്ങളുമായി. രാഗിനി, കാഫിർ പരാമർശമൊക്കെ അന്തരീക്ഷത്തിൽ വലിയ തോതിൽ കത്തിച്ചവർ തന്നെ, പക്ഷേ അക്കാര്യത്തിൽ അത് എവിടെ നിന്ന് വന്നു എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ നിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമാണോ ഇങ്ങനെ ഒരു ഇടപെടൽ? സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു ഒറിജിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെന്നതായിരുന്നു ഈ PK മുഹമ്മദ് കാസിമിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ വിഷയം താനാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്, പക്ഷെ തനിക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളടക്കം ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി പോലീസിനോട് ഇതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞിരിക്കുന്നത്. നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം ഈ കേസിൽ പോലീസ് സ്വീകരിച്ച നടപടിയും അതിന്റെ വിശദാംശങ്ങളും ഉൾപ്പെടെ അറിയിക്കണം എന്നതാണ് നിർദ്ദേശം. റൂറൽ SP-ക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഈ കാഫിർ എന്ന് പരാമർശിക്കുന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. അത് ഇടത് സ്ഥാനാർത്ഥിയെ വിളിക്കുന്ന തരത്തിലാണ് ഇത് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കാസിമിന്റെ പേരിലുള്ള പരാമർശം എന്ന തരത്തിലാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷെ അത് താനല്ല, തന്റേതല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കാസിമും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന്റെ ഒറിജിൻ, ഇത് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചില്ല എന്നതാണ് ഈ ആരോപണമായി ഉന്നയിക്കുന്നത്. കാര്യം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് കേസ് എത്തുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെ പരിശോധിക്കും. രതീഷ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം വലിയ തോതിൽ അവിടെ കത്തിയിരുന്നു, അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പോർവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഹൈക്കോടതി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. വർഗീയ ചേരിതിരിവിനുള്ള ശ്രമം അവിടെ ഉണ്ടായി എന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണം. ഒരുപക്ഷെ അക്കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.